ഇത് ഒരച്ഛന് 2 ഭാര്യമാരിൽ ഉണ്ടായ 5 മക്കളുടെ കഥയാണ്. എനിക്കറിയാം ലൊക്കേഷനിൽ വന്നാലും ജഗദീഷ് ചേട്ടനെ മേക്കപ്പ് ചെയ്തിട്ട് എന്നെ മേക്കപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ജഗദീഷ് ചേട്ടനെ മേക്കപ്പ് ചെയ്യാൻ എങ്ങനെയായാലും ഒരു അരമണിക്കൂർ എടുക്കും. എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞ് ചെന്നാൽ മതി. ഇതില് ഏറ്റവും ശക്തമായ കഥാപാത്രം ചെയ്യുന്നത് ഇന്ദ്രൻ ചേട്ടനാണ്. വ്ലോഗുകളിലൂടെ ശ്രദ്ധേയമായ ശ്രീകാന്ത് വെട്ടിയാരും അമ്മയും ഉണ്ടല്ലോ. അതിൽ അമ്മ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ സിനിമയിലാണ്. ആക്ഷൻ ഹീറോ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറെ ആൾക്കാരുടെ ഫോൺ നമ്പർ ഈ അറിയാത്ത ആൾക്കാരെ വിളിക്കാനൊരു മടിയുണ്ട്. അടുത്ത പടം ആക്ഷൻ ഹീറോ വിജു. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു, താൻ ഇത് പകുതിക്ക് ഇട്ടേച്ച് പോവോ? ഞാൻ പറഞ്ഞില്ല, മൊത്തം തിന്നോളാം. അത് സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഭാര്യയുടെ അടുത്തും എല്ലാം ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്ന ചില സാധനങ്ങൾ നമുക്ക് പണിയാവാറുണ്ട്. മാസ് ഓഡിയൻസിലേക്ക് എത്താൻ മധുരരാജയിലെ ആ ക്യാരക്ടറും ഡാൻസും ഒക്കെ സഹായകമായി. അതിന് ഏറ്റവും സഹായകമായത് സണ്ണി ലിയോൺ ആ പാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, കൂടെ ആരും ഇവിടെ ഡാൻസ് കളിച്ചിട്ടില്ല, ചേട്ടനാണ് കളിച്ചത് ഗൈസ്. ഡാൻസ്. അതെ, ഡാൻസ്. ഹലോ, ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു പ്രശാന്ത് അലക്സാണ്ടർ. യെസ് ചേട്ടാ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. വളരെ കളർഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ലൈഫിൽ കളർഫുൾ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വിശേഷം പരിവാർ. പരിവാർ 7ാം തീയതി റിലീസ്. അതെ, അപ്പൊ പരിവാർ പേരും കേൾക്കുമ്പോൾ നമുക്കൊരു ഹിന്ദി ഒക്കെ ആയിട്ട് തോന്നും. ഹിന്ദി ഈ സിനിമ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ആദ്യം ഇതിനിട്ടിരുന്ന പേര് പാണ്ഡവലഹള എന്നായിരുന്നു. കാരണം ഇത് ഒരച്ഛന് 2 ഭാര്യമാരിൽ ഉണ്ടായ 5 മക്കളുടെ കഥയാണ്. ഈ 5 മക്കൾക്കും പാണ്ഡവന്മാരുടെ പേരാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈ മക്കള് തമ്മിലുള്ള ഒരു വിഷയത്തിന്റെ പുറത്തുള്ള അടിയായതുകൊണ്ട് പാണ്ഡവലഹള എന്നിട്ടു. പിന്നീട് റിലീസിനോടെടുത്തപ്പോൾ അവർക്ക് തോന്നി ഒന്ന് മാറ്റി പിടിച്ച് പരിവാർ എന്നിടാം. അപ്പൊ പരി മലയാളത്തിലും വാർ ഇംഗ്ലീഷിലുമാണ്. അതെ, അവർ യുദ്ധമാണോ ഈ സിനിമ സംസാരിക്കുന്നത്? സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന പുരാതന കാലം മുതലേ നമ്മൾ കണ്ടുവരുന്ന എല്ലാ വിശ്വാസ ഗ്രന്ഥങ്ങളിലും ഈ സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. അത് ഇന്നും തുടരുന്നു. പക്ഷെ അത്ര ആ തോതിലല്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും ട്രെയിലർ കാണുമ്പം വളരെ എന്താ പറയണ്ടേ, ലൈറ്റ് അല്ലെങ്കിൽ വളരെ കോമഡി ആയിട്ട് എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെയാണ് അതിന്റെ ഫുൾ ഇത് പോകുന്നതെന്നുണ്ടെങ്കിലും സംസാരിക്കുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്കെന്തോ തോന്നി. അതിലൊരു അച്ഛൻ ഇങ്ങനെ കിടക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റി കുറെ സംഭവങ്ങൾ നടക്കുന്നു. അപ്പം ഇതിനെപ്പറ്റി സംവിധായകർ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് ഹ്യൂമറിൽ കഥ പറയാന്നുള്ളതാണ്. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ തമാശയിൽ അവതരിപ്പിക്കുന്നു, അവിടെ നടക്കുന്ന ഇൻസിഡൻസ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നല്ല തമാശയിലൂടെ കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നല്ല തമാശയിലൂടെ ഏറ്റവും ചിന്തോദീപമായ കാര്യങ്ങൾ പറയുന്ന വ്യക്തികളെ എല്ലാം നമ്മൾ എല്ലാ കാലത്തും സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഈ സിനിമ പറയാനാണ് അവർ ശ്രമിച്ചേക്കുന്നത്. സീരിയസ് ആയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ നോക്കിയിട്ടുണ്ട്. ഇതിലൊരു സീനില്ലേ, അച്ഛനിങ്ങനെ കിടക്കും, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോ ശരിക്കും ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ പനിക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഓറഞ്ച് ഒക്കെ കൊണ്ടുപോകും. പക്ഷെ നമ്മളായിരിക്കും ഓറഞ്ച് കഴിക്കണ്ടാവുക. എനിക്ക് ആ സീൻ കണ്ടപ്പോ പെട്ടെന്ന് ചിരി വന്നുപോയി. അല്ല, മിക്കപ്പോഴും നമ്മള് നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി മെനക്കെടാൻ തയ്യാറാവത്തില്ല. ചില ഫ്രൂട്ട്സ് മേടിക്കാവട്ടെ, ചില ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ്, ഇപ്പൊ പോമഗ്രാനൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന ഓറഞ്ച്, പഴം ഒക്കെ മേടിച്ചു പോകത്തില്ല. ഇതിനു വേണ്ടിയിട്ടൊന്നും മെനക്കെടുത്തില്ല. അപ്പൊ ഇത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ ഇത് മെനക്കെട്ട് മേടിക്കുക. പോമഗ്രാനൈറ്റ് ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആ കൊതി സഹിക്കുക വയ്യാതെ എന്ന് പറഞ്ഞ പോലെ നമ്മളും കുറച്ച് കഴിക്കുക. അല്ല, ഇതൊക്കെ തിന്നാൻ ആഗ്രഹമുണ്ട്, ഇത് മേടിച്ച് വീട്ടിൽ വെക്കട്ടെ. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയില് അതിന് സമാനമായിട്ടുള്ളൊരു സീനാണ് ട്രെയിലറിൽ ഇട്ടോണ്ട്. പിന്നെ അതിനകത്ത് സ്പോയിലർ ഒന്നും ഇല്ല. അതന്നെ. ഇപ്പം ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യമാണ്, കട്ടക്ക് ജഗദീഷ് ചേട്ടനുമായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളത്. അപ്പം ചേട്ടന്റെ കൂടെയുള്ള ഒരു വർക്കിംഗിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്തെങ്കിലും ഉണ്ടോ? ജഗദീഷ് ചേട്ടൻ ഇത്രയും വർഷം കഴിഞ്ഞ മമ്മൂക്കയെ പറ്റി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇത്രയും വർഷം കഴിയുമ്പോഴും മമ്മൂക്കയ്ക്ക് പുതിയ കഥാപാത്രങ്ങളോടും ഒക്കെ ഭയങ്കര ഒരു ആർത്തി ഉണ്ട് എന്ന് പറയുന്ന പോലെ ജഗദീഷ് ചേട്ടൻ അതിൻ്റെ വേറൊരു വെർഷനാണ്. ഇത്രയധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ട്, അതായത് ക്യാരക്ടർ ആക്ടേഴ്സിന് ഹീറോസിനെക്കാട്ടിലും കൂടുതൽ സിനിമകൾ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത്രയധികം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടും
ഇപ്പോഴും ജഗദീഷ് ചേട്ടൻ രാവിലെ 6:30 എന്ന് പറഞ്ഞൊരു സമയം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6:28 പുള്ളി റെഡിയായി വണ്ടി കയറിയിരിക്കും. എന്റെ അമ്മേ. അദ്ദേഹമായിരിക്കും ആദ്യം ലൊക്കേഷനിൽ എത്തുന്ന ആർട്ടിസ്റ്റ്. രാവിലെ ഇറങ്ങണം, ഇത്ര മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു 5 മിനിറ്റ് മുമ്പിലെങ്കിലും ലൊക്കേഷനിൽ എത്തുന്ന ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹമാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിപാലനം കാര്യങ്ങൾ റോഡിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ ഞാൻ രാവിലെ എന്നും നടക്കുക ഓടുക എന്തെങ്കിലും വർക്കൗട്ട് ലൊക്കേഷൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ രാവിലെ ഇറങ്ങി നടക്കാനൊക്കെ പോയി ആ പ്രദേശമൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ച് വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ജയശേഷൻ അങ്ങനെ റോഡിൽ കൂടെ നടക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ജയശേഷൻ റൂമിൽ തന്നെ രാവിലെ ഇതെല്ലാം ചെയ്ത് റൂമിൽ തന്നെ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ റൂമിൽ നടക്കും പ്രശാന്ത്, ഞാൻ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 20-25 മിനിറ്റ് നടന്നിട്ട് കുറച്ച് ഗ്രൗണ്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കുളിച്ച് ഫ്രഷ്. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, അപ്പം ലൊക്കേഷനിൽ വന്നിരിക്കാൻ രസമല്ലേ എന്നൊക്കെ ചോദിച്ചു. ജഗദീഷ് ആദ്യം എത്തും. അപ്പൊ എനിക്കറിയാം ലൊക്കേഷനിൽ വന്നാലും ജഗദീഷ് ചേട്ടനെ മേക്കപ്പ് ചെയ്തിട്ട് എന്നെ മേക്കപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ ജഗദീഷ് ചേട്ടനെ മേക്കപ്പ് ചെയ്യാൻ എങ്ങനെയായാലും ഒരു 1/2 മണിക്കൂർ എടുക്കും. എനിക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ് ചെന്നാൽ മതി. ഒരു 7 മണിയാകുമ്പോൾ ചെന്നാൽ കറക്റ്റ് ജഗദീഷ് ചേട്ടനെ കഴിയുമ്പോൾ എന്റെ മേക്കപ്പ് തുടങ്ങാം. പക്ഷെ എന്നാലും ജഗദീഷ് ചേട്ടൻ 6:30 വന്നിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മളും ആ സമയത്ത് അത് തന്നെ പോയിരിക്കല്ലേ. ഇടയ്ക്കൊക്കെ ഞാൻ തെറ്റിക്കും. അന്ന് ഞാൻ ജഗദീഷ് ചേട്ടനെ ഇങ്ങനെ നോക്കത്തില്ല. അതെനിക്ക് ഇന്നസെന്റ് സാർ ഇതുപോലെ ഇന്റർവ്യൂല് ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 6:30 പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി അവിടെ 6:15 വന്നിരിക്കും. എന്നിട്ട് നമ്മളൊരു 6:35 ആയി കഴിഞ്ഞാൽ നമ്മളെ ചീത്ത പറയും, ലാലേട്ടൻ വന്നിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കുന്നത്. അതേപോലെയാണ്. അപ്പൊ ബാക്കി ഇതിലെ ക്യാരക്ടേഴ്സും ഒക്കെ ആരൊക്കെയാണ്? ഇതില് ഏറ്റവും ശക്തമായ കഥാപാത്രം ചെയ്യുന്നത് ഇന്ദ്രൻ ചേട്ടനാണ്. ആണോ? അടിപൊളി. പിന്നെ കൂടുതലും കമ്പാരിറ്റീവ്ലി പുതിയ ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതൽ വേഷങ്ങൾ ചെയ്തേക്കുന്നത്. നമ്മുടെ വ്ളോഗുകളിലൂടെ ശ്രദ്ധേയമായ ശ്രീകാന്ത് വെട്ടിയാരും അമ്മയും ഉണ്ടല്ലോ, അതിൽ അമ്മ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ സിനിമയിലാണ്. പിന്നെ പ്രമോദ് വെളിയനാടുണ്ട്. അശ്വത് എന്ന് പറയുന്ന ഹൃദയത്തിൽ പ്രണവിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച അശ്വത് ഇതിനകത്തൊരു വേഷം ചെയ്യുന്നുണ്ട്. സോഹൻ സീനിലാൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും, ഉണ്ണിമായ എന്ന് പറയുന്ന എൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്തത് തിങ്കളാഴ്ച നിശ്ചയത്തിൽ വളരെ രസകരമായ ഒരു വേഷം ചെയ്ത ആളാണ്. പിന്നെ വർഷങ്ങളായിട്ട് നാടകം, ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീത എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഷൈനി. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നാടകം വർഷങ്ങളോളമായിട്ട് സ്റ്റേജ് ചെയ്തിരിക്കുന്ന ഷൈനി ഇതിനകത്ത് ജഗദീഷിൻ്റെ വൈഫായിട്ട് വരുന്നുണ്ട്. അത് കമ്പാരിറ്റീവ്ലി സിനിമ സ്ക്രീനിൽ പുതിയ ആൾക്കാരാണെങ്കിലും ഇവരൊക്കെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പല പല മേഖലകളിൽ. ഇപ്പൊ എല്ലാവർക്കും അവരുടെ കഴിവുകൾ കാണിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. ചിലപ്പോൾ ഒരു മൊബൈൽ സ്ക്രീനിലൂടെ, ഒരു റീലിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേജിലായിരിക്കും. അപ്പൊ അങ്ങനെ പലതരത്തിലും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് എല്ലാ വേഷങ്ങളും ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫാലിമിയിലെ മീനരാജ് സാർ, ഫാലിമിയിലെ അപ്പൂപ്പൻ, അദ്ദേഹം ഇതിനകത്ത് ഞങ്ങളുടെ ചെറിയച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു സ്പെഷ്യൽ ഒരു മേ ബി അതിന്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറിയുടെ ആയിരിക്കും. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലും നമുക്ക് അതിന്റെ മൊത്തത്തിൽ നമുക്ക് ആഹാന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈവൻ താഴെ കമന്റ്സുകൾ വായിച്ചു കഴിഞ്ഞാലും എല്ലാരും പറയുന്നത് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഓടിപ്പോയി കാണാൻ തോന്നും. ഇങ്ങനത്തെ ഒരു ഫ്രഷ് ഒരു ഫീൽ ഉണ്ട് ഈ ഇത് കാണുമ്പോ. അതേപോലെ അതിൽ ഒരു കമന്റ് ഞാൻ വായിച്ചത്, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറഞ്ഞ സിനിമയിലെ ബഹദൂർ സാർ ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്ത ഒരു, അങ്ങനെ അയാളെ മെയിൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഉണ്ട് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പല കോൺസെപ്റ്റ് ആണല്ലോ. അത് ചിന്തിക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഈ സിനിമ അങ്ങനൊന്നും ഈ സിനിമയിലുമായി ബന്ധമൊന്നുമില്ല. പക്ഷെ അത് ചിന്തിക്കാവുന്ന ഒരു കഥയാണ്. അതെ, അത് ഭയങ്കര രസം. ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ ഓർക്കാണ്, അതായത് ബഹദൂർ എന്ന് പറയുന്ന നടൻ നമ്മൾ സ്ക്രീനിൽ കാണുന്ന എപ്പോഴും വളരെ വീക്കായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ്. അപ്പൊ ആ ക്യാരക്ടർ മരിച്ചിട്ട് ആ ശരീരത്തിൽ കയറുന്ന റഹ്മാനാണ്. റഹ്മാൻ ഭയങ്കര ഡാൻസും എനർജറ്റിക് യങ്ങും ആണല്ലോ. അപ്പൊ ബഹദൂർക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്ത കൈയൊക്കെ ഇങ്ങനെ കുടഞ്ഞ രസമാണ്. യെസ്.
അപ്പം ചേട്ടന്റെ ഇന്റർവ്യൂസിൽ എപ്പോഴും ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഇങ്ങനെ സ്ട്രഗിൾ എന്ന് പറയുന്നത് എനിക്ക് സ്ട്രഗിൾ ആയിട്ട് തോന്നിയിട്ടേ ഇല്ല, അതിനോട് എനിക്ക് ഇത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. സ്ട്രഗിളിനോടോ? അല്ല, സ്ട്രഗിൾ ഈ സിനിമയോട് ഇഷ്ടമുള്ളതുകൊണ്ട്, പാഷൻ. അപ്പം ഈ സ്ട്രഗിളിംഗ് പീരീഡിൽ എല്ലാവരും സംസാരിക്കുന്നത് എന്താ പറയണ്ടേ, നമുക്ക് പൈസ കിട്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് കിട്ടാതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പം, അതേപോലെ ആ ടൈമിൽ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന കുറെ സമയമുണ്ടല്ലോ, അതായത് അടുത്ത സിനിമ ഇല്ല, അപ്പം വീട്ടിലിരിക്കുക, അങ്ങനെ ആ ഒരു സമയത്തെ എങ്ങനെയാണ് ചേട്ടൻ ഡീൽ ചെയ്തത്? അത് പറഞ്ഞ ഡീമോട്ടിവേഷൻ ആയി പോകുന്നൊരു പേടിയുണ്ട്. അതെന്താ? രാവിലെ എഴുന്നേക്കും. അപ്പൊ രാവിലെ ബാഡ്മിന്റൺ കളിക്കാൻ പോകും. രാവിലെ ഒരു മണിക്കൂർ വർക്കൗട്ട് സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് സമയവും ശരീരവും മാത്രമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ ശരീരത്തിന് വേണ്ടി ഞാൻ അല്പസമയം ചെലവഴിക്കും. അതാണ് രാവിലെ ബാഡ്മിന്റൺ കളിക്കാൻ പോകും. കളിയെല്ലാം കഴിഞ്ഞ് ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരും. പിന്നെ ഫ്ലാറ്റിൽ വന്ന് പയ്യെ കുളിച്ച് ഒക്കെ വരുമ്പോഴത്തേന് ഒരു 10:30 ആവും. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വരുമ്പോൾ ഒരു 11 മണിയാവും. അപ്പോൾ അന്ന് ഞാൻ താമസിക്കുന്നത് കത്രിക്കടവിൽ ഒരു ഫ്ലാറ്റിലാണ്. അതിൻ്റെ എലിവേഷൻ അടിപൊളിയാണ്. ധാരാളം വിൻഡോസും ബാൽക്കണി ഡോറും ഒക്കെ ഭയങ്കര ഒത്തിരി ഓപ്പൺ സ്പേസ് നമുക്ക് റൂമിനകത്ത് തന്നെ കിട്ടും. ശുദ്ധവായു നന്നായി കടന്നു വരും. നല്ല കാറ്റുള്ള സ്ഥലമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോൾ ഈ കാറ്റൊക്കെ അടിച്ച് ഞാനൊന്ന് ഉറങ്ങും. ആ ഉറങ്ങി ഒരു 2:30 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ തന്നെ ഉച്ചക്കത്തെ വിശപ്പായി. അപ്പൊ പിന്നെ ഞാൻ ഓർക്കും, ഇപ്പോ 3:30 കഴിച്ചാൽ പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കേണ്ടി വരും. കുറച്ചും കൂടെ തള്ളി വെച്ചാൽ 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചാൽ പിന്നെ ഡിന്നർ കഴിക്കണ്ടല്ലോ, അതായത് പൈസ ലാഭിക്കാം. അപ്പൊ അതിനുവേണ്ടി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണല്ലോ. ശരീരം ഇൻവെസ്റ്റ് ചെയ്തു, ശരീരത്തിന് റെസ്റ്റ് കൊടുത്തു. ഇനിയിപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഇന്ന് എന്ത് ചെയ്യും, ഇന്ന് ആരെയെ കാണാൻ പോകും. അപ്പൊ എനിക്ക് ഈ പോയി കാണൽ എനിക്കെന്തോ അങ്ങനെയൊക്കെ വർക്കാകും എന്നുള്ളതിലൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഈ പോയി ചാൻസ് ചോദിച്ചാൽ ചാൻസ് കിട്ടത്തില്ല, കാരണം അവർ ഓൾറെഡി ആൾക്കാരെയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ആരെ പോയി കാണും എന്നൊക്കെ അറിയത്തില്ല. പിന്നെ ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് പറ്റി ഒന്നും അറിയത്തില്ല. സിനിമാ നടനാണെന്നും ആകണമെന്നേ ആഗ്രഹമുള്ളൂ. എന്നാലും വെറുതെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട്. എടശ്ശേരി മെൻഷൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഹോട്ടലുണ്ട്. അന്നാണ് സിനിമാക്കാർ കൂടുതലും അവിടെ ഉള്ളത്. അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമാക്കാരൊക്കെ അവിടെ ഉണ്ടാവും. ആരെങ്കിലും അവരോടൊക്കെ ഒരു അരമണിക്കൂർ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും ഞാനും സിനിമയിൽ ഇന്നായി. ഏതാ ഇൻഡസ്ട്രിയിൽ ഇവരെയൊക്കെ എനിക്ക് അറിയാമല്ലോ. ആ എനർജി പിടിച്ച് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇതുപോലെ സിനിമ ചെയ്യാൻ നടക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അന്ന് പനമ്പള്ളി നഗറിലോ സ്റ്റേഡിയത്തിന്റെ അവിടെ ഒക്കെ കാണും. അവിടെ എങ്ങോട്ടെങ്കിലും പോകും, ഒന്നെങ്കിൽ പനമ്പള്ളി നഗർ അല്ലെങ്കിൽ സ്റ്റേഡിയം. അവിടെ പോയി സിനിമാ ചർച്ചകളും നമ്മളുടെ സ്ട്രഗിളും നമുക്ക് അവസരങ്ങൾ കിട്ടാത്തതും ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും അതിലൊരു സബ്ജക്റ്റ് കാണോ അതൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും കിടന്നുറങ്ങും. പിറ്റേ ദിവസം വീണ്ടും രാവിലെ ബാഡ്മിന്റൺ കളിക്കാൻ പോകും. ഇതായിരുന്നു പ്രധാനമായും നടന്നിരുന്നത്. അപ്പൊ എനിക്കൊരു ക്ലൂ ഇല്ലായിരുന്നു. ആരും നമ്മളെ ഗൈഡ് ചെയ്യാനും ഇല്ല. ഇതെങ്ങനെ പോകണം, എന്ത് വേണം. അപ്പൊ നമ്മൾ പലരോടും ചോദിക്കും എന്തൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ സൈജു കുറിപ്പ് നമ്മുടെ സുഹൃത്താണ്. അപ്പൊ സൈജുവിനോട് ചോദിക്കും. സൈജു വന്ന് ട്രിവാൻഡ്രം ലോഡ്ജൊക്കെ വന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു കയറി വന്നു. അപ്പൊ സൈജുവിനോട് ഞാൻ ചോദിക്കും എന്ത് ചെയ്യണം. അപ്പൊ സൈജു എനിക്ക് ചില ടിപ്പുകളൊക്കെ പറഞ്ഞു തരും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നൊക്കെ പറയും. പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ല. അങ്ങനെ പോയി ഇരിക്കുമ്പോഴാണ് ആക്ഷൻ ഹീറോ ബിജു നടക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് നെക്സ്റ്റ് ഒരു ഗിയർ ചേഞ്ച് ഞാൻ നടത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ആദ്യം ബ്രേക്ക് ചെയ്തത് എനിക്ക് മറ്റുള്ളവരെ വിളിക്കാനുള്ള മടിയായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. എല്ലാവരും അപ്പം ആ സമയത്ത് സിനിമ ചെയ്യുന്ന ആരാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതുവരെയുള്ള ആൾക്കാരെ നമുക്കറിയായിരുന്നു. ഞാൻ 2002 വന്നാണ്. 2010 വരെ സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. എല്ലാവരുമായിട്ട് നമ്മളൊരു ബന്ധം ഒക്കെ കൊണ്ടുവന്നതാണ്. പക്ഷെ 2010 കഴിഞ്ഞ് സിനിമ ഡിജിറ്റലായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം പുതിയ ആൾക്കാരാണ്. ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇവരൊക്കെ ആരാണ്, ഏത് ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് ആണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഏതോ ഒരു നടുക്കടലിൽ ചെന്നപ്പെട്ട അവസ്ഥയിലായിരുന്നു അന്ന്. പിന്നെ ആക്ഷൻ ഹീറോ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറെ ആൾക്കാരുടെ ഫോൺ നമ്പറുകൾ, ഈ അറിയാത്ത ആൾക്കാരെ വിളിക്കാനൊരു മടിയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കളഞ്ഞു. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അത് കംഫർട്ട് സോണിൽ പുറത്തു വന്നു. എല്ലാരെയും വിളിക്കാൻ തുടങ്ങി. വിളിച്ച് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു നല്ല വർത്താനം. അപ്പം പണ്ടൊക്കെ നമ്മൾ ആൾക്കാരെ വിളിക്കുമ്പം എന്താണ്, ആരാണ് എന്നുള്ള ലൈനിലായിരുന്നു സിനിമാക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒത്തിരി പേര് ചാൻസ് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളും ഞാനിങ്ങനെ ടി വിയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ഇന്നാളാണെന്ന് ഓക്കെ എന്താ കാര്യം, അല്ല പുതിയ പടത്തിൽ. അപ്പം നമ്മൾ ഇച്ചിരി ഡിഫെൻസീവ് ആവുമല്ലോ, പുതിയ പടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്ന. പക്ഷേ ഈ
ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞ് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ ഇന്നാളാണെന്ന് പറയുമ്പോൾ ഏത് വേഷമായിരുന്നു? അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ പൊളിറ്റീഷ്യൻ. ചേട്ടനെ എത്ര വർഷമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറയട്ടെ എന്ന് പറയുന്നത് നമുക്ക് ഇവർക്കൊക്കെ എന്നെ അറിയാമല്ലേ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുകയും പിന്നെ അതിൽ നിന്ന് നമ്മൾക്ക് കണക്ട് ആയ ആൾക്കാരുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ആ എക്സസൈസ് പിന്നെ ഞാൻ കുറേ കാലം കണ്ടിന്യൂ ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത പല കാര്യങ്ങളും പിന്നീട് ഞാൻ ഇന്ന് ഓർത്ത് ഞാൻ റിപ്പൻഡ് ചെയ്യും. ഞാൻ ആ കാറ്റ് കൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങിയ സമയവും വെറുതെ നടന്ന സമയങ്ങളും സിനിമയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് എത്രയോ വർഷം താമസിച്ചത്. ഇത് എൻ്റെ മാത്രം അനുഭവമാണ്. എന്നെക്കാട്ടിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും. എനിക്ക് പക്ഷെ എനിക്ക് ഒരു ലക്ക് ഫാക്ടറും കൂടെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ കൃത്യമായ ഇന്റർവെല്ലുകളിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് വന്ന് വീഴുമായിരുന്നു. അപ്പം അത് പിന്നെ ഞാൻ മാറ്റുകയും ഒക്കെ ചെയ്ത് എവിടം വരെ എത്തി. ആക്ഷൻ ഹീറോ ഇങ്ങനെയൊക്കെ എത്തി. അതെ, ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞപ്പോഴാണ് അതുവരെ കണ്ടൊരു പെട്ടെന്ന് നമ്മൾ വേറെ ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ എന്താ പറയണ്ടേ, അത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ആരും ചേട്ടൻ ആ ക്യാരക്ടറിനെ മറക്കില്ല എന്നുള്ളതാണ്. അപ്പോ അത് എങ്ങനെയാണ് ശരിക്കും വന്നത്? ഇതേപോലെ വിളിച്ച് അല്ല, എബിൾ ഷൈനെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. അപ്പം ഷൈന് ഞാൻ സുഹൃത്തുക്കളായിരുന്നു. 1983 ഞാനൊരു 3 ദിവസം അഭിനയിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നടന്ന മറ്റൊരു പടം, 2 സിനിമകൾ ഒരുമിച്ച് തുടങ്ങി. നമുക്ക് പണിയില്ലായിരിക്കുക, അപ്പോഴാണ് ഒരു പടം വരുന്നത്. അതിൻ്റെ കൂടെ വേറൊരു പടം വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് പണിയില്ലായിരുന്നു. ഒരേ സമയത്ത് 2 പടം വന്നപ്പോൾ നമ്മൾക്ക് ഈ 2 പടത്തിൽ നിന്നും ഇച്ചിരി പൈസ കിട്ടുമല്ലോ. അപ്പം 2ഉം കൂടെ ചെയ്താൽ ഒരു തുകയായല്ലോ. അപ്പം എന്നിലെ ദ്രവ്യാഗ്രഹി അതൊന്ന് ആഗ്രഹിച്ചു പോയി. അപ്പൊ ഞാൻ ഷൈനിന്റെ അവിടെ ചെന്ന് ഞാൻ ഡേറ്റ്സ് ചോദിച്ചപ്പോൾ അവരെനിക്ക് കുറെ ഡേറ്റ്സ് തന്നു. അപ്പൊ പ്രജിത്തേട്ടനായിരുന്നു അതിന്റെ അസോസിയേറ്റ്, നമ്മുടെ വടക്കൻ സെൽഫി ഒക്കെ ചെയ്ത പ്രജിത്തേട്ടൻ. അപ്പൊ പ്രജിത്തേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് വേറൊരു പടം കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്, എനിക്കത് ചെയ്യാമോ? പ്രജിത്ത് പറഞ്ഞു, അസോസിയേറ്റ്സ് എല്ലാം അങ്ങനെ പറയാം, നിങ്ങൾ അതിന്റെ ഡേറ്റ് വാങ്ങിച്ചതാ, ഞാൻ അത് നോക്കി ഇവിടെ ചെയ്യാൻ പറ്റുമോ നോക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ, കുഴപ്പമില്ല, നിങ്ങൾ 2 പടം. അപ്പൊ ഇവർക്കൊക്കെ നമ്മുടെ കഷ്ടപ്പാട് അറിയാം. 2 പടം ചെയ്യുന്ന ചെയ്തോട്ടെ, ഒരു പടം കൂടെ ചെയ്യുന്ന ചെയ്തോട്ടെ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ ഒരു പടമായിരുന്നു മറ്റേ. അത് സൺലേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് നമ്മൾ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ വേഷം തന്ന ഒരാളാണ് സൺലേട്ടൻ. അത് 2 വീലർ എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. പിന്നീട് പ്ലേയേഴ്സ് എന്ന പേരിൽ 12 വർഷം കഴിഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ സൺലേട്ടന് അവിടെയുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റിലൊക്കെ കുറച്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നോടൊരു ക്യാരക്ടർ നീ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് അതിനകത്ത് ഇട്ടു. അങ്ങനെ ഒരു ദിവസം ഈ 2ന്റെയും കറങ്ങി തിരിഞ്ഞ് 2 പടം ഒരുമിച്ച് തുടങ്ങുകയും ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഓടി. അതായത് ഇവിടെ 3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് അവിടെ 3 ദിവസം, മറ്റേടത്ത് 3 ദിവസം. പക്ഷെ വീണ്ടും ഇവിടെ വന്നിട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഡേറ്റുകൾ ക്ലാഷ് ആയി തുടങ്ങി. അപ്പൊ ഞാൻ പ്രജിത്തേട്ടനെ വിളിച്ചിട്ട് പ്രജിത്തേട്ടൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിളിയോട് വിളി എടുക്കുന്നേ ഇല്ല. ലാസ്റ്റിലാണ് ഞാൻ അറിയുന്നത് പ്രജിത്തേട്ടൻ കിഡ്നി സ്റ്റോണിന്റെ എന്തോ പ്രശ്നമായിട്ട് പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആണ്, പുള്ളി പടം വിട്ടു. ഇനി ഇത് പോയി ഞാൻ ഷൈനോട് പറയണ്ടേ? വേണ്ടിവരും. 2 പടം തുടങ്ങുകയും ചെയ്തു, 2ലും നല്ല ക്യാരക്ടറാണ്. ഷൈനോട് പോയി പറഞ്ഞപ്പം ഷൈൻ പറഞ്ഞു, താനെന്ന് ആ പടം ചെയ്താൽ മതി, ഇനി ഈ പടം ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത റോള് മാറ്റി വേറൊരാളെ കൊണ്ട് പിന്നെ അത് ചെയ്യിപ്പിച്ചു. നല്ല വേഷമായിരുന്നു, ഇപ്പുറത്തും നല്ല വേഷമായിരുന്നു. അങ്ങനെ ഷൈൻ എന്നോട് പിണങ്ങി. ഷൈൻ പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പിണക്കാണ്. അങ്ങനെ അപ്പൊ ഞാൻ ഷൈനോട് പറഞ്ഞു, ഷൈനെ നിങ്ങൾ പിണങ്ങുന്നതിൽ ന്യായമുണ്ട്, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, പിണങ്ങുന്നതിൽ നിങ്ങൾ ന്യായമുണ്ട്. പക്ഷെ നിങ്ങളൊരു സുഹൃത്തെന്ന എന്നോട് ഒരു സുഹൃത്തിനെ കട്ട് ചെയ്യണ്ടല്ലോ, നിങ്ങൾ ആക്ടറിനെ കട്ട് ചെയ്തു, നിങ്ങളുടെ സിനിമയിൽ എനിക്കിനി വേഷം തരണ്ട, പക്ഷെ നിങ്ങൾ സുഹൃത്തിനെ കട്ട് ചെയ്യുന്നത് ശരിയല്ലോ. ഷൈൻ പറഞ്ഞില്ലടോ, ഞാൻ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നു, ഞാൻ നിങ്ങളെയൊക്കെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളെ ട്രസ്റ്റ് ചെയ്താണ് ഒരു സിനിമയ്ക്ക് വരുന്നത്, അപ്പൊ നിങ്ങൾ കുഴപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ. പക്ഷെ എനിക്ക് മറ്റേതും വിടാൻ പറ്റത്തില്ല. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനെ പോലെയാണ് സൺലേട്ടനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരിടത്ത് ഗുരു ഒരിടത്ത് സുഹൃത്തും. സുഹൃത്തുക്ക് മനസ്സിലാക്കിക്കോളും എന്നൊക്കെ വിചാരത്തില് അന്ന് പിണങ്ങി. പിന്നീട് ഇത് 1983 കുറെ നാള് കഴിഞ്ഞിട്ടാണ് 7-8 മാസം കഴിഞ്ഞിട്ടാണ് റിലീസാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഷൈനുമായിട്ട് കണക്റ്റഡ് ആയി. ഷൈൻ്റെ വീട്ടിൽ പോയി, അവിടെ നിന്ന് ഷൈൻ എന്നെ 1983 ഒക്കെ കാണിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ചില അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തു, റീഷൂട്ടൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ വീണ്ടും സൗഹൃദം എത്തി. അപ്പം അടുത്ത പടം ആക്ഷൻ ഹീറോ ബിജു. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു, താൻ ഇത് പകുതിക്ക് ഇട്ടേച്ച് പോവോ? ഞാൻ പറഞ്ഞു ഇല്ല, മൊത്തം നിന്നോളാം.
അങ്ങനെയാണ് ആക്ഷൻ ആക്ഷൻ ഹീറോ ഹീറോ വിജയ് കിട്ടുന്നത്. ബിജുവിലേക്ക് വന്നത്. ഇപ്പം ഇതിന് മുന്നേ പ്രശാന്ത് അലക്സാണ്ടർ എന്ന് പറഞ്ഞ പേര് ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് മുന്നേ എനിക്ക് തോന്നുന്നു എല്ലാവരും ചേട്ടനെ കണക്ട് ചെയ്തിരുന്നത് വാൽക്കണ്ണാടി എന്ന് പറയുന്ന ആ ഒരു ഷോ ആയിട്ടല്ലേ. അപ്പം ആ ഷോയിലേക്ക് ചേട്ടൻ എങ്ങനെയാ ആദ്യമായിട്ട് എത്തുന്നേ? അത് ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ ആദ്യം PG കൊടൈക്കനാൽ കൃഷ്ണൻ കോളേജിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അവിടെ ഫുഡ് ഫെസ്റ്റിവലാണ്. അവിടുത്തെ HMCS ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടുത്തെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ്. അവരാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്. അവിടുത്തെ സ്റ്റുഡൻസിന്റെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് അവിടുത്തെ പിള്ളേർക്ക് രാവിലെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 3 നേരം കോളേജിൽ നിന്ന് തന്നെ ഭക്ഷണം എല്ലാ സ്റ്റുഡൻസിനും. അപ്പം അവരുടെ എക്സ്പോഷറിന് വേണ്ടി അവര് ഒരു ചാനലിനെ അവരുടെ ഫുഡ് ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ വിളിക്കുകയും ആ ചാനൽ അവിടെ കവർ ചെയ്യാൻ വന്നപ്പോൾ അവര് ഫുഡ് ഫെസ്റ്റിവൽ കവർ ചെയ്യുന്നതിൽ അതൊരു 2 മിനിറ്റ് സെഗ്മെന്റ്സ് ഒക്കെ പറ്റത്തുള്ളത്. അപ്പൊ അവരൊരു ഗെയിം ഷോയും ഉണ്ടാവുന്നത്. ആ ഗെയിം ഷോ ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഇടയ്ക്കൂടെ ഗെയിം ഷോ ചെയ്ത് പോവാം. അപ്പൊ അത് ആങ്കർ ചെയ്യാൻ 2 പേരെ വേണം. അപ്പൊ മീഡിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എന്നോട് 2 പേരെ തെരഞ്ഞെടുക്കാൻ കോളേജ് ആവശ്യപ്പെട്ടു. ആ കോളേജിൽ ഏറ്റവും ആവശ്യം ഒരു മീഡിയയുമായിട്ട് കണക്ട് ആവേണ്ടതും ഒരു ജോലി കിട്ടേണ്ടതുമായിട്ടുള്ള ഏറ്റവും ആവശ്യം എനിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ ഒരാളായിട്ട് തിരഞ്ഞെടുത്തു. അതെല്ലാരും ഓഡിഷൻ ചെയ്തിട്ടാ. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഓഡിഷന് ചെയ്ത് കൊടുത്തത്. കാരണം അവിടെ കൂടുതലും NRI സ്റ്റുഡൻസ് ആണ്. അപ്പൊ എല്ലാരും വെളിയിലൊക്കെ പോട്ടെ മലയാളം ഒന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ സ്ട്രിക്ട്ലി പറഞ്ഞു മലയാളം ചാനലാണ്, ഇംഗ്ലീഷ് വാക്കുകൾ വരാതെ ആങ്കർ ചെയ്യാൻ മലയാളത്തിൽ തന്നെ പറയണം. അവിടെ പലരും തകർന്നു. അപ്പൊ HOD എന്നോട് പറഞ്ഞു, പ്രശാന്ത് വൈ ഡോണ്ട് യു ട്രൈ? ഞാൻ സാർ ലാസ്റ്റിൽ നമ്മളെന്നെ കേറി. അങ്ങനെ അത് ഭയങ്കര സക്സസ് ആവുകയും ചെയ്തു. അതിൽ നിന്നല്ലേ സിനിമയിലേക്കൊക്കെ വരുന്നല്ലേ? അതിലൂടെ. അപ്പൊ ആ സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഇപ്പൊ പണ്ട് മുതലേ ഉണ്ടായിരുന്നോ, അതോ ഇങ്ങനെ? സിനിമ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മള് തിരുവല്ലയിൽ സിനിമ എവിടെയോ നടക്കുന്ന ഒരു കാര്യമാണ്. മദ്രാസിലോ നമ്മള് സിനിമ മാസികകളിൽ നമ്മൾ വായിക്കുന്നത് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ, മദ്രാസ് കോടമ്പാക്കം എന്നൊക്കെയാണ് നമ്മൾ കേട്ടേക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു സിനിമയിൽ നമ്മളെങ്ങനെ എത്താനാ? തിരുവല്ലയിലെ മല്ലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിൽ എവിടെ കിടക്കുന്ന ഞാൻ എങ്ങനെ സിനിമയിലെത്തും? നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് സ്വപ്നം കാണണ്ടേ. അതുകൊണ്ട് സിനിമയൊന്നും ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ എത്തുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. TV എത്തിക്കഴിഞ്ഞപ്പോ സിനിമ കോടമ്പാക്കത്തുനിന്ന് തിരിച്ച് കൊച്ചിയിലെത്തി. അപ്പോൾ ഞാൻ TV ഇതേ TV തന്നെയാണല്ലോ സിനിമകളൊക്കെ വരുന്നത്. അപ്പൊ പ്രോഗ്രാമും സിനിമയും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ ധൈര്യമായി. ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടൊക്കെ തുടങ്ങി. പക്ഷെ അങ്ങനെയൊന്നും സിനിമയിൽ അവസരങ്ങൾ കിട്ടത്തില്ല എന്നും അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ കൊണ്ടൊന്നും വലിയ പ്രയോജനം ഇല്ല എന്നൊക്കെ തിരിച്ചറിയാൻ കുറെ സമയം എടുത്തെന്നുള്ളേ ഉള്ളൂ. നമുക്ക് ഈ റൂട്ട് അറിയത്തില്ല. നമ്മളിവിടെ ഇപ്പൊ തിരുവല്ല പറഞ്ഞപ്പോഴാണ് ചേട്ടന്റെ ഒരു സെന്റൻസ് കാരണം, ഒരു സെന്റൻസ് ചേട്ടൻ പറഞ്ഞു, അതിനുശേഷം തിരുവല്ലയിലുള്ള എല്ലാ എന്റെ ഫ്രണ്ട്സും നമുക്ക് എല്ലാവർക്കും ആ റീൽ അയച്ചെന്നിട്ട് പറയാൻ, കണ്ടില്ലേ സോറി ഞങ്ങളുടെ ബ്ലഡിലേ ഉള്ളതാണിത്. സർക്കാസം അത് അവരുടെ ലൈസൻസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അതിനെ പറ്റി ചേട്ടൻ അതിന് ലൈസൻസ് വെരി ഡേഞ്ചറസ്. ഇനിയും കേരളം കാണാൻ പോകുന്നത് തിരുവല്ലക്കാരുടെ ഒരു കളിയായിരിക്കും. ലൈസൻസ് കൊടുത്തെങ്കിൽ. അതെ. അപ്പം ഞാൻ തിരുവല്ല എന്നല്ല ഉദ്ദേശിച്ചത്. സെൻട്രൽ ട്രാവൻകൂർ നമ്മൾ ഓരോ റീജിയൻ വൈസ് ചിന്തിക്കുമ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ സ്വഭാവങ്ങൾ നമുക്ക് തോന്നാറുണ്ടല്ലോ. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കോടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വളരെ നല്ല മനുഷ്യരാണ്. ഓട്ടോറിക്ഷക്കാർ പോലും കൃത്യമായി പൈസ വാങ്ങിക്കാറുള്ളൂ. എവിടെ ചെന്നാലും ഇപ്പൊ എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. നമ്മളെ തിരിച്ചറിഞ്ഞാൽ അവര് ചോദിക്കും, ഒരു ചായ കുടിച്ചിട്ട് പോയാലോ, എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ എന്ന് ചോദിക്കും. അത് അവിടുത്തെ ഒരു സ്വഭാവ രീതിയാണ്. അത് ആ നാട്ടുകാരെ എല്ലായ്പ്പോഴും അതിഥികളെയും എല്ലാവരെയും അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കോഴിക്കോട് കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴേ ആദ്യം എന്നോട് ചോദിച്ചില്ലേ ചായ വേണോ? അതെ, ശരിയാണല്ലോ. ഇവിടെ ഓർത്തത്. അതെ, ബാക്കി പറഞ്ഞോളൂ. അങ്ങനെ ഓരോ നാടിനും ഓരോ പ്രത്യേകത. അപ്പൊ ഞാൻ എന്റെ നാടിന്റെ ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനിമയില് ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. ഇല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ഇപ്പൊ ഞാൻ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യം മിക്കപ്പോഴും അവര് തിരുവല്ലായി വെച്ച് ഇപ്പൊ എന്നെ കണ്ടാൽ, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ വെച്ച് എന്നെ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് ഇപ്പൊ വർക്കില്ലേ എന്നാ ചോദിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഭയങ്കര തിരക്കാണെന്നും നമ്മളിങ്ങനെ സിനിമയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നാട്ടിലോട്ടൊന്നും വരാറില്ല, അങ്ങനെയുള്ള ഒരാൾ നാട്ടിൽ കണ്ടപ്പോൾ ഇപ്പൊ വർക്കില്ലേ
എന്ന് ചോദിക്കുന്നത് ശരിക്കും സന്തോഷത്തിലാണ് ചോദിക്കുന്നത്. ആ. അപ്പൊ പുറത്തോട്ട് നമുക്ക് കേൾക്കുമ്പോ അത് റോങ് അടിക്കുന്നു എന്നുള്ളേ ആ. ഉള്ളൂ. അപ്പൊ വർക്കില്ല എന്ന് ചോദിക്കുന്നത് വർക്കില്ലാത്തോണ്ടാണല്ലോ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയെന്നൊക്കെയുള്ള സന്തോഷത്തിലായിരിക്കും. അതെ അതെ. പിന്നെ വർക്കില്ലേ എന്ന അർത്ഥത്തിലും ചോദിക്കുന്നവരുണ്ടാവും എനിക്കറിയാം. അപ്പൊ എപ്പോഴെങ്കിലും ചേട്ടൻ ഈ സംസാര ശൈലിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതികള് ഇപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഈ എന്താ പറയണ്ടേ കുറെ ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്സും അപ്പൊ നമ്മൾ ചിലപ്പോ അറിയാണ്ട പറഞ്ഞ കാര്യങ്ങൾ വരെ തിരിച്ചടിച്ചിട്ടും പണി കിട്ടിയിട്ടൊക്കെ ഉണ്ടോ? ഉറപ്പായിട്ടും ആണോ? ഇഷ്ടം പോലെ. അപ്പൊ അപ്പൊ അത് അത് മനസ്സിലാക്കി. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അതെ ശരിയാ. സുഹൃത്തുക്കളുടെ ഇടയിലും ഉം. ഭാര്യയുടെ അടുത്തും എല്ലാം ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്ന ചില സാധനങ്ങൾ നമുക്ക് പണിയാവാറുണ്ട്. ആ. ഉം. അതൊന്നും ഇപ്പം എത്രമാത്രം മാറി അപ്പൊ ചേട്ടൻ? ഞാൻ മാറി എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞ ആഴ്ച 2-3 ഇൻസിഡന്റ് Oh ഉണ്ടായപ്പോ എനിക്ക് my മനസ്സിലായി God. വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ചില തമാശകള് ഇപ്പൊ ആൾക്കാരുടെ മാനസികാവസ്ഥ ഓർക്കാതെ പറഞ്ഞു പോകും. ആ. നമുക്കത് തമാശ അങ്ങ് പറഞ്ഞേ പറ്റത്തുള്ളൂ. ആ. കഴിഞ്ഞിടെ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ പുള്ളിയോട് ഇപ്പോഴും പിണങ്ങിയിരിക്കാന്നാ തോന്നുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ ഈശ്വര. പോയപ്പോ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ആ. പുള്ളി ഔട്ടായിട്ട് വരിക. നന്നായി കളിച്ചിട്ടാ വരുന്ന കേട്ടോ, ആ. 10-34 റണ്ണൊക്കെ അടിച്ചിട്ട് വരിക. ഔട്ടായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, എടാ നിന്നെ ഔട്ടാക്കിയാൽ ആ ബോളറിന് ടീമിലുള്ള എല്ലാവരും കൂടെ വഴക്ക് പറയുന്നത് കണ്ടോന്ന് ചോദിച്ചു. കാരണം അവര് വട്ടം കൂടി ഒന്ന് ആഘോഷിക്കായിരുന്നപ്പോ നീ അവിടെ നിന്നിരുന്നെങ്കിൽ എന്റെ ചുമ്മാ ചേട്ടാ. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ആയിപ്പോയി. പാവം എന്നോട് പിണങ്ങിയിരിക്കുക. ഇനിയും കാണുമ്പോ ഒന്ന് കെട്ടിപ്പിടിച്ച് ക്ഷമയൊക്കെ ചോദിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് തീർക്കണം. റെഡിയാക്കണം. ഇപ്പം ഇങ്ങനെ തമാശക്കാണെങ്കിലും തിരിച്ചിങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ആളുകൾക്ക് വന്ന് സംസാരിക്കാനൊക്കെ ചെറിയൊരു പേടിയോ അല്ലെങ്കിൽ മടിയോ എന്തോ ഒരു ഇതുണ്ടാവില്ലേ, അയ്യോ പുള്ളിയുടെ അടുത്ത് അധികം അടുക്കാൻ പറ്റില്ല, അങ്ങനെ ചേട്ടനെ ഇങ്ങനെ മാറ്റി നിർത്തിയേ അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പം ചേട്ടൻ അതൊന്നും കൊറേ പ്രശ്നമല്ല. അല്ല ഇപ്പൊ പ്രശ്നമില്ലെന്നുള്ളതല്ല, ഉം, ഉം. നമ്മള് കൊറേ അയ്യോ ആ. ദേഹത്ത് നിറയെ മറ്റേ ഈ ഏ? മെഷീൻ ഗണ്ണും പാറ്റൻ ടാങ്കും എല്ലാ സാധനങ്ങളും ശരീരത്തിൽ കെട്ടിവെച്ചിട്ടാണ് ഞാൻ നിന്നിരുന്നത്. അതായത് ഒരാള് ഒരു ഏരിയയിൽ പോലും അടുക്കാത്ത രീതി. അതിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ആ. ഇപ്പൊ 1-2 ചെറിയ തോക്കുകളും കടാരകളും മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ട് അത് കാണാതെ വരുന്ന ആൾക്കാർ ഇപ്പം കുറെ ഒന്നാമത്തെ പ്രശ്നം നമ്മളെ അറിയാത്തതിന്റെ കുഴപ്പമാണ്. അതെ. ഇപ്പം എൻ്റെ ഈ സ്വഭാവം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്ക്, എൻ്റെ കൂടെ വളർന്നു വന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. അവൻ അങ്ങനെ. അതെ. അപ്പൊ അത് വെച്ചിട്ടാണ് അവർ എൻ്റെ സ്വഭാവം ഇതിനെ തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞത്, എനിക്ക് ആരെയും ഹർട്ട് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. പക്ഷെ നമ്മൾ പുതിയൊരു സ്ഥലത്ത് വരുന്നു, അവിടെ പുതിയ കുറെ ആൾക്കാർ കാണുന്നു, ഇവർക്ക് നമ്മളെ അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മള് സ്വാഭാവികമായി ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ് അവർക്ക് ഹർട്ടാവുന്നു. ഇത് തിരിച്ചറിയാൻ എനിക്ക് കുറെ സമയം എടുത്തു. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറെയൊക്കെ ഫിൽട്ടർ ചെയ്യാനൊക്കെ ശ്രമിച്ചു. ഇപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതെന്റെ സ്വഭാവമാണ്, അവനെ ആ സ്വഭാവത്തോടെ തന്നെ അങ്ങ് ഇഷ്ടപ്പെടാം എന്ന് പറഞ്ഞു വരുന്ന വലിയ മനുഷ്യരാണ്. ഞാനും കുറെയൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പൊ പുരുഷപ്രേതം എന്ന സിനിമ അത് ഇറങ്ങിയതിനു ശേഷം ഭയങ്കര ആളുകളൊക്കെ ചേട്ടനായിരുന്നു അതിൽ മെയിൻ ഫോക്കസ് എന്ന് പറയണേ. പക്ഷെ അതിനുശേഷം ഉള്ള സിനിമകളിലേക്ക് ഇപ്പം അങ്ങനെ മെയിൻ അല്ലാണ്ടേയും ചേട്ടൻ റോളുകൾ ചെയ്യുന്നു എന്നുള്ളൊരു ഡിസിഷൻ ശരിക്കും അതെങ്ങനെയാ എടുത്തത്? കാരണം ആ സിനിമ കഴിയുമ്പോൾ നമ്മള് ഇപ്പൊ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോ ഇനി അങ്ങനത്തെ റോളുകൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി വരുമല്ലോ. അങ്ങനത്തെ റോളുകൾ മാത്രമേ വന്നുള്ളെങ്കിൽ അങ്ങനത്തെ റോളുകൾ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് എല്ലാത്തരം റോളുകളും വരുന്നുണ്ട്. ഞാനെല്ലാം ചെയ്യുന്നു. ജീവിക്കണ്ടെന്നുള്ള മാത്രമല്ല, അഭിനയമാണല്ലോ നമ്മുടെ തൊഴിൽ. ക്യാരക്ടർ റോളുകൾ ഭയങ്കര ടഫാണ്. ഹീറോ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതിനെക്കാട്ടിലും ടഫാണ് ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നത്. കാരണം പലപ്പോഴും ക്യാരക്ടർ റോളുകൾക്ക് സ്ക്രിപ്റ്റിലുള്ള സപ്പോർട്ട് കുറവായിരിക്കും. ഇപ്പൊ നിങ്ങൾ പുരുഷപ്രേതം കണ്ടപ്പോൾ ഈ നായക കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനും അയാൾ ടെററാണ് അല്ലെങ്കിൽ അയാൾ പാവമാണ് എന്നൊക്കെ തോന്നാൻ കാരണം അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഈ സ്ക്രിപ്റ്റ് മുഴുവൻ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്ക്രിപ്റ്റിലെ എല്ലാ ക്യാരക്ടേഴ്സും പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് സെബാസ്റ്റ്യൻ സാർ ഒരു ക്രൂര മൃഗമാണ്, സെബാസ്റ്റ്യൻ സാറ് ഭയങ്കര ഇരട്ടച്ചങ്കനാണ്, വേറെ ഒരു സ്ഥലത്ത് അവനൊരു പാവമാണ്, അവനൊരു പൊട്ടനാണ്, ഇങ്ങനെയൊക്കെ പലരും നമ്മളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഇതൊക്കെ ആയി മാറും. സ്ക്രിപ്റ്റിലും അതർ ക്യാരക്ടേഴ്സിന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഒരു ക്യാരക്ടർ റോളുകൾക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് എങ്ങൊന്നും കിട്ടില്ല. അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് കൊണ്ടും ആ സീനിന്റെ പ്രത്യേകത കൊണ്ടും അവരുടെ പെർഫോമൻസ് കൊണ്ടും ഒക്കെ ഇഷ്ടപ്പെട്ട് വരത്തുള്ളൂ. അപ്പോൾ ക്യാരക്ടർ റോളുകൾ ഭയങ്കര ചലഞ്ചാണ്. അപ്പൊ എനിക്ക് ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നത് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതാണ് കൂടുതലും ചെയ്യുന്നത്. ആകെ ഒരു പുരുഷപ്രേതം സംഭവിച്ചിട്ടുള്ളൂ.
അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടം. എനിക്ക് സിനിമയിൽ എനിക്ക് അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. അതിൽ ഞാൻ ആകെ ചോയ്സ് എനിക്ക് വേണമെങ്കിൽ ഒന്ന് ഫിൽട്ടർ ചെയ്യാം എന്ന് തോന്നുന്നത് എനിക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഉഡായിപ്പ് കഥാപാത്രങ്ങൾ മാത്രമാണ്. ചില പോലീസ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ പോലീസ് ക്യാരക്ടേഴ്സ് ചിലത് എനിക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. ഉഡായിപ്പ് കഥാപാത്രങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഒന്ന് ഫിൽട്ടർ ചെയ്യാം. ബാക്കി ഏത് ക്യാരക്ടറിനും ഞാൻ ഓപ്പൺ ആണ്. പക്ഷെ ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇത് നമ്മൾ മറ്റേത് നമ്മളുടെ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുറെ സീനുകൾ ചെയ്യുന്നു, നമ്മൾ കുറെ ഡയലോഗ് പറയുന്നു, ആ ദിവസം ഷൂട്ടിംഗ് ആ ഒരു ക്യാരക്ടർ ബേസ് ചെയ്ത് പോകുന്നു. അങ്ങനെ നമ്മളൊന്ന് അത് സത്യമാണ് അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് വരുമ്പോഴേക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പുരുഷപ്രേതം കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പുരുഷപ്രേതം. ഷൂട്ടിങ്ങും അഭിനയവും എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ അഭിനയിക്കാനുണ്ടല്ലോ, ചലഞ്ചുകളുണ്ടല്ലോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിങ്ങനെ കൃഷാന്തിനോട് പറഞ്ഞു, കൃഷാന്ത് ഇനി എനിക്ക് വേറെ ഏതെങ്കിലും വേഷം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, മറ്റേതിലൊന്നും എനിക്കൊരു തൃപ്തി കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം കൃഷാന്ത് എന്നോട് പറഞ്ഞു, ചേട്ടാ അപകടമാണ്, ചേട്ടൻ ഉടനെ ഒന്നും വേറെ ഹീറോ വേഷങ്ങളൊന്നും വരത്തില്ല, അത് എൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ്, ചേട്ടൻ എത്രയും പെട്ടെന്ന് അത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റിക്കോ എന്നൊക്കെ പറയാം. അതൊരു വേദനയോടെയാണെങ്കിലും പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ പടങ്ങളൊന്നും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ പിന്നെ പെയ്യെ മാറുക എന്ന് ഓർത്തേ ഉള്ളൂ. അതെ, ഇപ്പൊ ചേട്ടന്റെ ഡാൻസ് ആണ് ഇവിടെ എല്ലാവരും. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു ചൊറിയനാണെന്നോ അടുക്കാൻ കൊള്ളാത്ത ആളാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് തോന്നിയിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. അതായത് ചേട്ടന്റെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായ അസസ്മെന്റ് ആണ്. അതെ, അത് ചേട്ടൻ തന്നെ പറയാണ്, എന്താ പറയണ്ടേ, ഞാൻ ഇങ്ങനെയായിരുന്നു, അപ്പൊ ആളുകൾക്ക് എന്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ പല, ഞാൻ പണ്ട് മുതലേ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണും, കാരണം ചേട്ടന്റെ സംസാരം ഭയങ്കര എന്താ പറയണ്ടേ രസമാണ്, കുറെ ചിരിക്കാനും അതിനിടയിൽ കൂടെ ഒരു കഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ടിട്ട് എനിക്ക് ചേട്ടനെ ഇപ്പൊ നേരിട്ട് നമ്മളാകെ ഒരു 2 തവണ കണ്ടിട്ടുള്ളൂ, എങ്കിലും ചേട്ടൻ ഇന്റർവ്യൂസിലൂടെ നമുക്ക് കുറെ കൂടി ചേട്ടൻ അറിയാം. അങ്ങനെ ചോദിച്ചതാണ്. അയ്യോ, ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ചേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു സംവിധായകനെ പരിചയപ്പെട്ടു, സംസാരിച്ച 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്തിനെ പോലെ അങ്ങ് തോന്നി. പുള്ളി വളരെ നാട്ടുമ്പുറത്തുകാരനും നമ്മളെ പോലെ തന്നെ ഒരു സാധാരണക്കാരനും ആളുമൊക്കെയാണ്. ഭയങ്കര ഒരു അടുപ്പം പുള്ളിയോടെ തോന്നി. അപ്പൊ ഞാൻ പുള്ളി ഇപ്പൊ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനത് ആരൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ പുള്ളി കുറേ ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞു. അപ്പൊ അതിനകത്ത് 1-2 വേണം എനിക്കും ചെയ്യാം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ എന്നെ ഇടാഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി അത് പിന്നെ ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ എന്നെ എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്, എനിക്ക് എന്താണ് പ്ലേസ്മെന്റ്, എനിക്കറിയത്തില്ല എന്റെ പ്ലേസ്മെന്റ് എന്താണെന്ന്. എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ പോലും അല്ലെങ്കിൽ എന്നെ ഒരിടത്ത് പ്ലേസ് ചെയ്യാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അതെ പ്രശാന്ത് എവിടെങ്കിലും നിൽക്കുകയോ കാണുമോ, നിങ്ങളെ പബ്ലിക്കിൽ കാണുമ്പോൾ ഒക്കെ നിങ്ങൾ കുറച്ച് ജാടയാണോ, അടുക്കാൻ പറ്റാത്ത ഒരാളാണെന്നൊക്കെ ഉള്ളൊരു ഫീല് നമുക്ക് തോന്നും. ചിലപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടമില്ലായ്മ കൊണ്ടായിരിക്കും പറഞ്ഞു. പക്ഷെ ഇപ്പൊ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര അല്ല, ശരിക്കും ചേട്ടൻ അത് ഇന്റർവ്യൂ ചേട്ടൻ പറഞ്ഞ് നിർത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ചേട്ടനെ നേരിട്ട് നമ്മളിപ്പോ ഞാനിവിടെ കണ്ടപ്പോ ചായ വേണോന്നൊക്കെ ചോദിച്ച സമയത്തും അപ്പൊ നമുക്ക് വെച്ചാൽ അങ്ങനെ ഒരു എന്താ പറയണ്ടേ, സംസാരിക്കാൻ ബുദ്ധിമുട്ടൊരു ആളായിട്ട് തോന്നുന്നുമില്ല, ഇപ്പം തീരെ തോന്നുന്നില്ല. അപ്പൊ ചേട്ടൻ ഈ ഇന്റർവ്യൂവിൽ അതിനി പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാലേ ഞാൻ ഇത്രയും വർഷമായിട്ടും സിനിമയിൽ ഇത്രയും അധികം സുഹൃത്തുക്കളുണ്ടെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ ആവശ്യമാണോ, ഞാൻ ഇവിടെ ഒരു വേണ്ടപ്പെട്ട, ഞാൻ ഇവിടുത്തെ റൈറ്റ് പ്ലേസിലാണോ ഞാൻ നിൽക്കുന്നത്, ഞാൻ ഇവിടെ അൺവാണ്ടഡ് ആളാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഈ സംശയത്തിന്റെ പുറത്ത് പല കാര്യങ്ങൾ ചിന്തിച്ചൊക്കെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്നെ നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ അതായിരിക്കും ചേട്ടൻ നോക്കി ചിന്തിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ നമ്മള് കാണുന്നുണ്ടാവുക. അപ്പം ചിരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിലപ്പോ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ടാകും ചേട്ടന്റെ ഡാൻസ്, ആ പാട്ടിൽ കണ്ട നമ്മളുടെ ഡാൻസ്, ആ ഡാൻസിന്റെ അങ്ങനെ ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ വന്ന സമയത്ത് എന്തായിരുന്നു ചേട്ടന്റെ റിയാക്ഷൻ? ഞാൻ തകർക്കും. ജീവിതത്തിൽ നിക്കക്കളിയില്ല വരുമ്പോ ആ ഡാൻസ് എന്നല്ല ഏത് ഡാൻസ് വേണമെങ്കിലും നമ്മൾ കളിക്കും. അതെ, അങ്ങനെ കളിച്ചു പോയതാ. പക്ഷെ അത് ചേട്ടന് ഭയങ്കര വേറൊരു ഓഡിയൻസിലേക്കുള്ളൊരു ഓഡിയൻസ് അല്ല, അതാണ് ഓഡിയൻസ്. അതെ, അതാണ് ഓഡിയൻസ്. അവരാണ് ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ വരുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആൾക്കാർ. അവരാണ് ഹൃദയം കൊണ്ട് സിനിമ കാണുന്ന ആൾക്കാർ, ബുദ്ധി കൊണ്ട് സിനിമ കാണുന്ന ആൾക്കാരല്ല. അവർക്ക് കാണണം, എൻജോയ് ചെയ്യണം, പിരിഞ്ഞു പോകണം. അവർക്ക് ഇഷ്ടപ്പെട്ട പടം കൊള്ളാമെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയത്തില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് മെജോറിറ്റി ഓഫ് ഓഡിയൻസ്. ബാക്കി ബുദ്ധി കൊണ്ട് കാണാൻ വരുന്ന ആൾക്കാർക്കാണ് നമ്മള് ചെയ്യുന്നത് അതങ്ങനെ ആയിപ്പോയി, ഇതിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നത്. അതാണ് യഥാർത്ഥ ഓഡിയൻസ്. അപ്പൊ അങ്ങനെയുള്ള ഓഡിയൻസ്, അതാണ് കൂടുതലുള്ള ഓഡിയൻസ്. യഥാർത്ഥ ഓഡിയൻസ് എന്നല്ല, അങ്ങനെയുള്ളതാണ് മാസ് ഓഡിയൻസ്. ആ മാസ് ഓഡിയൻസിലേക്ക് എത്താൻ
മധുരരാജയിലെ ആ ക്യാരക്ടറും ഡാൻസും ഒക്കെ സഹായകമായി. ഉം. അതിന് ഏറ്റവും സഹായകമായത് സണ്ണി ലിയോൺ ആ പാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത്. അതെ, കൂടെ ആരും ഇവിടെ ഡാൻസ് കളിച്ചിട്ടില്ല, ചേട്ടനാണ് കളിച്ചത് ഗൈസ്. ഡാൻസ്. അതെ, ഡാൻസ്. അങ്ങനെ അപ്പോ നമ്മളുടെ സിനിമ ഇത് ഇറങ്ങാൻ പോകുന്നു. അപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പരിവാറിനെ പറ്റി പറയാനുള്ളത്? പരിവാറിന്റെ ട്രെയിലേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടു. പരിവാറിന്റെ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. സിനിമ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരും വരുന്ന ആൾക്കാർക്കും ഒക്കെ സിനിമയെ പറ്റി ഭയങ്കര അപ്ഡേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ഗ്രൗണ്ട് പബ്ലിസിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. ട്രെയിനുകളിലുണ്ട്, ബസ്സുകളിലുണ്ട്. നമ്മൾ പരിവാർ എല്ലായിടത്തും ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ഫ്രാഗ്രന്റ് നേച്ചർ അവര് വളരെ നന്നായിട്ട് ഈ സിനിമയെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസമാണ്, എക്സാം കാലഘട്ടങ്ങളാണ്, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഫാമിലീസ് ആണ്. ഫാമിലീസിൽ ഈ പറഞ്ഞ പോലെ പരീക്ഷയൊക്കെ ഉള്ളപ്പോൾ ഫാമിലീസ് പുറത്തിറങ്ങാൻ ഇച്ചിരി പാടാണ്. എന്നാലും വീക്കെൻഡ്സ് ഒക്കെ അവർ സിനിമകൾ കാണാൻ വരും. അങ്ങനെ സിനിമ കാണാൻ വരുമ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ചുമ്മാ കണ്ട് ഒന്ന് നോക്ക്, ചിരിക്കാൻ വല്ലതും ഉണ്ടോ, ചിരിക്കാൻ പറ്റുമോ, നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ, നമ്മൾ ഇങ്ങനത്തെ മക്കളാണോ, നമ്മുടെ അപ്പനും ഇങ്ങനെയാണോ എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് അസസ് ചെയ്ത് നോക്കാം. അതെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം. എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ? ഇതുപോലെ പുരുഷപ്രേതം പോലൊന്നും ഇല്ല. എന്നാലും എനിക്ക് പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സിനിമയുടെ ഭാഗമാകണമെന്ന്. അത് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി. മരണമാസ് എന്ന് പറയുന്ന ബേസിലിന്റെ സിനിമയില് ഞാൻ ഭാഗമായി. ഞാൻ ബേസിലിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. അത് ഫസ്റ്റ് ആണ് ഞാനും ബേസിലും. എനിക്ക് ബേസിലിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ ടൊവിനോടെ കൂടെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ടൊവിനോ ആണ് പടത്തിന്റെ പ്രൊഡ്യൂസർ. അങ്ങനെ മരണമാസിന്റെ ഭാഗമായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആസിഫിന്റെ കൂടെയും ഒരു സിനിമ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല. എന്നാലും 1001 നുണകൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പുരുഷപ്രേതം OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റിലീസാണ് 1001 നുണകൾ. അതും നല്ല സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ ഡയറക്ടേഴ്സിനെ ഞാൻ പോയി കണ്ട് അവരോട് ഞാൻ അവസരം ചോദിച്ചായിരുന്നു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവര് ചെയ്യുന്ന സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയിലും എനിക്കൊരു അവസരമുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് സർക്കിട്ട്. അപ്പൊ ആ 2 സിനിമകളാണ് ഇനിയും ഉള്ളത്. മുന്നോട്ട് മെയിലൊക്കെ ഓരോ സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ മാന്യമുണ്ട് സിനിമ രംഗത്ത് മൊത്തത്തിൽ. അതൊക്കെ തിരിച്ച് നമ്മള് കൂടുതൽ സിനിമകളിൽ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാനും എന്റെ കുടുംബവും കാത്തിരിക്കുന്നു. തള്ളക്കിളി പറന്നു പോയേക്കാണ് തീറ്റയുമായി വരാൻ. തന്തക്കിളി സെർച്ചിലാണ് പടങ്ങൾ വരട്ടെ. അതെ, അപ്പം ഇനിയും ഇതുപോലെ ഇവിടെ വന്ന് കൂടുതൽ സിനിമയെ പറ്റി വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ. അപ്പൊ ചേട്ടൻ മറ്റേ സെന്റൻസുകൾ ഇനി ഇന്റർവ്യൂല് പറയരുതെന്ന് ഞാൻ പറയുന്നു. അപ്പൊ താങ്ക് യു. എന്നോട് ചോദിക്കാതിരിക്കട്ടെ. അതന്നെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പോകും. അത് പറയണേ, ഞാൻ തെറ്റൊന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം പോലീസ് പിടിച്ചോണ്ട് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ ചിലപ്പോ ഫുൾ കഥ പറഞ്ഞു. അതുപോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ആളുകൾ അവരവരുടെ ഒരു എന്താ പറയണ്ടേ കുറവുകൾ പറയുന്നത് ഭയങ്കര കുറവാണ്. എന്നുവെച്ചാൽ അത് അങ്ങനെ പറയുന്ന ആളുകൾ വളരെ സ്ട്രോങ്ങും എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന്. എനിക്ക് പിന്നെ ഞാൻ തന്നെ ആലോചിച്ചപ്പോ എനിക്ക് ഇന്ന സാധനങ്ങൾ മാറ്റണം എന്ന് തോന്നിയെന്ന് പറയാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അത് നമുക്ക് തോന്നുകയാണ്, നമുക്ക് നമ്മുടെ എനർജി എവിടേക്കോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നത് ശരിക്കും ഭയങ്കര സംഭവമാണ്. അത് ചേട്ടൻ മനസ്സിലാക്കണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ അങ്ങനെയാണ് എന്റെ പപ്പ വളർത്തിയത്. എന്റെ പപ്പായുടെ ക്വാളിറ്റിയാണത്. അതായത് തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റണം. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് കറക്ഷൻസ് സ്വയം വരുത്തേണ്ട കറക്ഷൻസ് ആണെങ്കിൽ അങ്ങനെ മറ്റൊരാളോട് പോയി നമ്മൾ ക്ഷമ പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ പപ്പ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിലും തല്ലുമ്പോൾ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എടാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്താൽ തീർന്നു. നീ ഇത് ചെയ്തോടാ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അടിയില്ല. എന്തിനാടാ ചെയ്തേ എന്ന് ചോദിക്കുന്നത്. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു, എൻ്റെ ഫാദറിനറിയാം ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പുള്ളി ചോദിക്കുന്നത്, നീ ഇത് ചെയ്തില്ലേടാ. അപ്പൊ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ചെയ്തു എന്ന് പറയുന്നവരെ എന്നെ അടിക്കും. എന്നെ അടിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടിയെല്ലാം കഴിഞ്ഞ് എൻ്റെ കരച്ചിലൊക്കെ കഴിയുമ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിക്കടാ, നീ ചെയ്തു എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്നു, ഈ അടി വല്ലതും കൊള്ളേണ്ട കാര്യമുണ്ടോ. അപ്പൊ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക. തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ എന്തുകൊണ്ട് തെറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും.
നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും, നമുക്കത് അതെ. കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഈ അതെ. അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ കുറെ വർഷങ്ങൾ കുറെ അടികൾ കൊണ്ടിട്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. അല്ല ഒന്നാമത് ലൈഫിലും അങ്ങനെയാണ്. നമ്മള് തെറ്റാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണല്ലോ, എങ്കിലല്ലേ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പൊ ചില ആൾക്കാർ ഞാൻ എന്ത് തെറ്റ് ചെയ്തത്, എനിക്ക് അയാളുടെ ഭാഗത്തുള്ള ന്യായമാണ് പറയണേന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത് റിയലൈസ് ചെയ്യുന്നതിനൊരു ഒരു ബ്ലെസ്സിങ് ആവശ്യമുണ്ട്. അതെന്താണെങ്കിലും തീർച്ചയായിട്ടും ആ ബ്ലെസ്സിങ്ങിനെയാണ് കുറ്റബോധം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ഈ ഒരു തിരിയുന്ന ചക്രം, കൂർത്ത മുള്ളുകളുള്ള ഒരു തിരിയുന്ന ചക്രമാണ് കുറ്റബോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചക്രം ഒന്ന് തിരിയും. ആ തിരിയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വേദന വരും, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന് പറയുന്ന ഒരു സാധനം. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും, ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ തിരിഞ്ഞു കഴിയുമ്പോൾ ഈ മുള്ളുകളുടെ അറ്റം തേഞ്ഞു പോയിട്ട് ഈ വേദന ഉണ്ടാകാതെ പോകും. അപ്പോൾ തെറ്റുകൾ കൂടുതൽ ചെയ്യുന്നതോറും കുറ്റബോധം ഇല്ലാതാവുകയും നമ്മൾ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നമുക്കില്ലാതെ വരികയും ചെയ്യും എന്ന് ഞാനൊരു കഥയായിട്ട് വായിച്ചിട്ടുണ്ട്. അയ്യോ വല്ലാത്തൊരു കഥ ഞാൻ കേട്ടോ. ഭയങ്കര ഒരു സംഭവമാണല്ലോ. അത് ആക്ഷൻ നല്ല രസമുണ്ടാ കഥ അല്ല കഥയല്ല അത്. അല്ലേ? ദൈവം ഉള്ളിൽ വെച്ച് തന്നേക്കുന്ന ഒരു തിരിയുന്ന മുള്ളുകളുള്ള ചക്രമാണ് കുറ്റബോധം എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതാണ് ചേട്ടൻ. അപ്പൊ താങ്ക് യു സോ മച്ച് ഞാൻ ചേട്ടാ. പറയുന്ന ചെറിയ തമാശകൾക്ക് പോലും വലിയ ചിരി സഹായിച്ച പാർവതിക്കുള്ള ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ താഴെ മൊത്തം എന്നെ തെറി വിളിച്ച കമന്റ്സ് എന്തിനാ ഇപ്പൊ ഇത്രയും ചിരിച്ചതെന്ന്. പക്ഷെ ശരിക്കും അത് ഉണ്ടാക്കി ചിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളൊന്നും നിങ്ങൾ ഈ ജോലി എൻജോയ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ചിരിക്കുന്നത്? ഇത് അല്ല ചിരിക്കാൻ പറ്റില്ല. ഈ ജോലി ഇതൊരു ജോലിയാണല്ലോ. അതെ. എനിക്ക് ആളുകളോട് സംസാരിക്കാനും ഇന്റർവ്യൂ എടുക്കാനും ഭയങ്കര കൂടുതൽ ആളുകളെ മനസ്സിലാക്കുക, സംസാരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര. ശരിയുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു TV ചാനലിൽ ഞങ്ങളൊരു ഷോയ്ക്ക് പോയി. അപ്പൊ അവിടെ മിഥുനും ഞാനും, അപ്പൊ ഞാനും മിഥുനെ ട്രോളി ഞങ്ങൾ തമ്മിലുള്ള പഴയൊരു കഥയൊക്കെ പറഞ്ഞ്, അപ്പൊ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ മിഥുൻ അത്രക്കാരാണെന്നല്ലേ, ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ, എന്തിനാണ് ഇപ്പം മിഥുനോട് അത് പറയുന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി കൊല്ലുകയായിരുന്നല്ലോ മിഥുനെ കൊന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആക്ച്വലി മിഥുൻ അത്ര എൻജോയ് ചെയ്യുന്നോണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. അയാൾ നമ്മൾ പറയുന്ന കേട്ട് പൊട്ടി ചിരിക്കുകയാണ്. അയാൾ റോങ് ആവുമെന്ന് നമുക്ക് തോന്നലുണ്ട്, നമ്മളെ പറയോ? അപ്പോ നല്ലോണം ചിരിക്കുകയും തമാശകൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ആൾക്കാര് ശരിക്കും മറ്റുള്ളവരുടെ പല കെട്ടുകളെയും പൊട്ടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നന്നായി അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. യെസ്.